ലോകം കാത്തിരിക്കുന്ന വിശ്വമഹാമേളത്തിന് ഇനി 10-ൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വേൾഡ് കപ്പിൽ ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാരെന്നറിയാൻ വേണ്ടി ഫുട്ബോൾ ലോകം കൗതുകത്തോടെ കാത്തിരിക്കുകയാണ്. നിലവിൽ ഫുട്ബോൾ അനലിസ്റ്റുകളും പണ്ഡിറ്റുകളുമെല്ലാം കണക്കുകൂട്ടലുകളും സാധ്യതകളുമെല്ലാം വിലയിരുത്തുന്നുണ്ട്. ഓരോ പ്രവചനങ്ങളും ഓരോ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് പ്രമുഖ AI പ്ലാറ്റ്ഫോമായ ഒപ്റ്റ അനലിസ്റ്റിൻ്റെ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചനം വന്നിരിക്കുകയാണ്. ഓരോ റൗണ്ടിലേക്കും ഓരോ ടീമുകൾ മുന്നേറാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇവർ ആദ്യത്തെ 20 സ്ഥാനക്കാരെ പ്രഖ്യാപിച്ചത്. നമുക്ക് ആദ്യത്തെ 10 സ്ഥാനങ്ങൾ നോക്കാം. ആദ്യത്തേത് ബെൽജിയമാണ്. നിലവിൽ അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാനുള്ള സാധ്യത 30%. സെമി ഫൈനലിലേക്ക് കടക്കാനുള്ള സാധ്യത 12.8%. വേൾഡ് കപ്പ് ഫൈനലിലെത്താനുള്ള സാധ്യത 5.6%. കിരീടം നേടാനുള്ള സാധ്യത 2.4%. റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്ത് നോർവേയാണ്. അവർ ക്വാർട്ടറിലേക്ക് കടക്കാനുള്ള സാധ്യത 27.2%. സെമിയിലോട്ട് 14.5%. ഫൈനലിലെത്താനുള്ള സാധ്യത 7.4%. കിരീടം നേടാനുള്ള സാധ്യത 3.5% ആണ്. റാങ്കിങ്ങിലെ 8ാം സ്ഥാനക്കാർ നെതർലാൻഡാണ്. അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 29.5 ആണ്. ഇനി അവർ സെമിയിലെത്താനുള്ള സാധ്യത 15.2. അവർ ഫൈനലിലെത്താനുള്ള സാധ്യത 7.9. കിരീടം നേടാനുള്ള സാധ്യത 3.6%. ഇനി റാങ്കിങ്ങിലെ 7ാം സ്ഥാനത്ത് ജർമ്മനിയാണ്. ജർമ്മനി ക്വാർട്ടർ ഫൈനലിലെത്താനുള്ള സാധ്യത 33.8% ആണ്. അവർ ക്വാർട്ടറും കടന്ന് സെമിയിലെത്താനുള്ള സാധ്യത 20%. അവർ ഫൈനലിലെത്താനുള്ള സാധ്യത 10.6%. ഇനി അവർ ഇത്തവണ വേൾഡ് കപ്പ് കിരീടം നേടാനുള്ള സാധ്യത 5.1% ആണ്. റാങ്കിങ്ങിലെ 6ാം സ്ഥാനത്തുള്ളത് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ബ്രസീലാണ്. ബ്രസീൽ ഗ്രൂപ്പ് റൗണ്ടുമെല്ലാം കടന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാനുള്ള സാധ്യത 38% ആണ്. ഇനി സെമിയിൽ കളിക്കാനുള്ള സാധ്യത 22%. വേൾഡ് കപ്പ് ഫൈനലിൽ കളിക്കാനുള്ള സാധ്യത 12.3%. ബ്രസീൽ ചാമ്പ്യന്മാരാകാനുള്ള സാധ്യത 6.6% ആണ്. റാങ്കിങ്ങിലെ 5ാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലാണ്. പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനൽ കളിക്കാനുള്ള സാധ്യത 14% ആണ്. ഇനി പോർച്ചുഗൽ സെമിയിലെത്താനുള്ള സാധ്യത 23.7%. വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാനുള്ള സാധ്യത 13%. നിലവിൽ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാകാനുള്ള സാധ്യത 7% ആണ്. ഇനി റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ്. അർജന്റീന ഗ്രൂപ്പ് റൗണ്ടെല്ലാം കടന്ന് ക്വാർട്ടറിലേക്ക് മുന്നേറാനുള്ള സാധ്യത 45.2%. സെമിയിലെത്താനുള്ള സാധ്യത 13% ആണ്. 30% അർജന്റീന സെമിയിലെത്തുമെന്നാണ് പറയുന്നത്. ഫൈനലിലെത്താനുള്ള സാധ്യത 18%. നിലവിൽ അർജന്റീന ലോക ചാമ്പ്യന്മാരാകാനുള്ള സാധ്യത 10.4% ആണ്. റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് ഇത്തവണ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താനുള്ള സാധ്യത 47%. അവർ സെമിയിലോട്ട് മുന്നേറാനുള്ള സാധ്യത അർജന്റീനയെ പോലെ തന്നെ 13%. ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാനുള്ള സാധ്യത 19% ആണ്. ഇത്തവണ അവർ കിരീടം നേടാനുള്ള സാധ്യതയായി ഒപ്റ്റ പറയുന്നത് 11.2% ആണ്. ഇനി റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് വരുന്നത് നിലവിലെ ലോക റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസ് ആണ്. ഫ്രാൻസ് ഇത്തവണ ക്വാർട്ടർ ഫൈനൽ കളിക്കാനുള്ള സാധ്യത 14.8%. അവർ സെമി ഫൈനലിലേക്ക് മുന്നേറാനുള്ള സാധ്യത 33.4%. വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാനുള്ള സാധ്യതയായി ഒപ്റ്റ കണക്കാക്കുന്നത് 21.2% ആണ്. ഇത്തവണ ഫ്രാൻസ് കിരീടം നേടാനുള്ള സാധ്യതയായി അവർ കണക്കാക്കുന്നത് 13%. ഇനി 1ാം സ്ഥാനത്ത് വരുന്നത് നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനാണ്. സ്പെയിൻ ക്വാർട്ടർ ഫൈനൽ കളിക്കാനുള്ള സാധ്യത 52%. സെമി ഫൈനൽ കളിക്കാനുള്ള സാധ്യത 39%. ഇത്തവണ സ്പെയിൻ ഫൈനൽ കളിക്കാനുള്ള സാധ്യതയായി ഒപ്റ്റ പറയുന്നത് 25.6% ആണ്. അവർ വിജയികളാകാനുള്ള സാധ്യത 16%. ഒപ്റ്റയുടെ ഈ റാങ്കിംഗ് പ്രഡിക്ഷൻ അനുസരിച്ച് ഏറ്റവും കൂടുതൽ സാധ്യത സ്പെയിനിനും ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും അർജന്റീനക്കുമൊക്കെ തന്നെയാണ്. ഏതായാലും കാത്തിരുന്നു കാണാം. നിങ്ങളുടെ ഒപ്പീനിയനിൽ ആർക്കാണ് കൂടുതൽ സാധ്യത? കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.